ഹായ് മിഷമരെ, അപ്പോൾ എല്ലാവർക്കും ഒരു ബ്ലോഗിലേക്ക് സ്വാഗതം. ഇതേ നമുക്ക് നല്ല അടിപൊളി ഒരു ക്യാബേജ് വെച്ച് നല്ല അടിപൊളിയായിട്ട് ഒരു ബജി ഉണ്ടാക്കാം, ക്യാബേജ് ബജി. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം നമുക്ക് കാണാം. അതിനെന്തൊക്കെ ഐറ്റംസ് ചേർക്കണമെന്ന് നോക്കാം. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അങ്ങനെ അത് ഞാൻ കഴുകി നല്ല വൃത്തിയാക്കി നല്ല അടിപൊളി ക്യാബേജാണ് കേട്ടോ. അത് മാത്രമല്ല നമ്മൾ അതിൻ്റെ ഉൾഭാഗത്തു നിന്നാണ് മാക്സിമം ഉള്ള ഇതിൽ നമ്മൾ എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്കിത് ഒരു പാത്രം എടുക്കാം. അതിൽ കുറച്ച് കടലമാവ്, ഏകദേശം ഒരു 250ഓളം കടലമാവ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതേ ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇതേ കുറച്ച് അടിപൊളി നല്ല കാശ്മീരി മുളക് പൊടി, അതായത് നിങ്ങളെ എരിവിന് ആവശ്യമായിട്ട് നമുക്ക് മുളക് പൊടി എടുക്കാം. അപ്പോൾ ഇത് ഞാൻ കുറച്ച് കായപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ കായപ്പൊടി നമുക്കിതിലേക്ക് ചേർക്കണം. ഞാൻ ആദ്യം എടുത്തിട്ട് കുറഞ്ഞു പോയി. അപ്പോൾ ഇത് നമ്മൾ ആവശ്യത്തിന് കായപ്പൊടി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കത് കുറച്ച് സോഡാപ്പൊടി കേട്ടോ. സോഡാപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, എങ്കിലും ഞാനിത് കുറച്ച് സോഡാപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം കേട്ടോ. അതായത് നമ്മൾ ഓവറായിട്ട് വെള്ളം കൂടി പോകാനും പാടില്ല, എന്നാൽ വെള്ളം കുറഞ്ഞു പോകാനും പാടില്ല. ഒരു നല്ലൊരു പരുവം, അതായത് നമ്മളൊരു ദോശയുടെയൊക്കെ ആ ഒരു പരുവം, ആ ഒരു കണക്കിന് നമുക്ക് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. കട്ടയൊന്നുമില്ലാതെ കലക്കിയെടുക്കണം. നല്ല രസമായിരിക്കും അപ്പോഴേ. അങ്ങനെ ഏകദേശമൊക്കെ അത് നമ്മൾ നന്നായിട്ട് വെള്ളമൊക്കെ ആവശ്യത്തിന് ഒഴിച്ചു നന്നായിട്ട് കലക്കി ഇത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഐറ്റം റെഡിയായി. നമുക്കിന് തൊട്ട് പുറത്തായിട്ട് നമ്മൾ അടുപ്പൊക്കെ ഇവിടെ പുറത്താണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് കേട്ടോ, വിറകടുപ്പിലാണേ. അപ്പോൾ ഇത് വെളിയിൽ ഞങ്ങളൊരു അടുപ്പൊക്കെ സെറ്റ് ചെയ്തു. അതായത് ഒരു ഇരുമ്പ് ചട്ടി, ചീനച്ചട്ടി വെച്ച് കൊടുത്തു. അതിലേക്ക് ഇത് നല്ല അടിപൊളി വെളിച്ചെണ്ണ ഞങ്ങളത് ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ മാക്സിമം നിങ്ങൾ ഇതേപോലെ വീട്ടിലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് മാക്സിമം വെളിച്ചെണ്ണ തന്നെ, നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. കാര്യം നല്ല ടേസ്റ്റും ആയിരിക്കും, നല്ല ഹെൽത്തിയും ആയിരിക്കും നമുക്ക് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആ ക്യാബേജിൻ്റെ പീസുകളെല്ലാം ഇതേപോലെ വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഇനി ഇതിനെയും നമുക്ക് ഇപ്പോൾ ഞാൻ എടുക്കുന്ന ഓരോ ഇതെല്ലാം രണ്ടാക്കി എടുക്കാം കേട്ടോ. അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒരു 2 എണ്ണം എന്തായാലും ഇങ്ങനെ ഫുള്ളായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ നമ്മുടെ ഈ കടലമാവിനകത്ത് നന്നായിട്ട് ഇത് ഇങ്ങനെ ഒന്ന് കുളിപ്പിച്ച് ഇവരെ അങ്ങ് എടുക്കുകയാണ് കേട്ടോ. ക്യാബേജ് കുട്ടന്മാരെ ഇത് നന്നായിട്ടൊന്ന് കുളിപ്പിച്ച് ഇതേപോലെ നമ്മൾ നന്നായിട്ടൊന്ന് എടുത്തതിന് ശേഷം നമ്മളത് വെട്ടി തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിലേക്ക് ഇവനെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ വെച്ചാൽ വരെ നമ്മുടെ ക്യാബേജ് ബജി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് കഴിക്കാം. മച്ചന്മാരെ ഒന്നും പറയാനില്ല, നല്ല സൂപ്പർ അടിപൊളി ടേസ്റ്റ് കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ഇതേപോലെ ചെയ്തു നോക്കുക. പ്രത്യേകിച്ച് ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്യാൻ മറക്കരുത്. വെളിച്ചെണ്ണയിൽ തന്നെ നിങ്ങൾ ഇതേപോലെ കുക്ക് ചെയ്ത് കഴിക്കാം. അടിപൊളിയായിരിക്കും. നിങ്ങളെ കുഞ്ഞുമക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ മച്ചന്മാരെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളിത് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു കിടുക്കച്ച് വീഡിയോ വിട്ട് കാണാം. അതുവരെ ബൈ.